ഒരു അതിഥി നമ്മുടെ നാട്ടിലേക്ക് വരികയാണെങ്കിൽ അയാൾക്കൊരു സ്വീകരണ പരിപാടി വെക്കുകയാണെങ്കിൽ സ്വാഗത പ്രഭാഷകൻ ആ അതിഥിയെ കുറിച്ചൊന്ന് പരിചയപ്പെടുത്തും. നാട്ടുകാർ വലിയ ബഹുമാനത്തോടെ ആദരവോടുകൂടെ അവർ സ്വീകരണം കൊടുക്കുന്ന അതിഥിയുടെ മഹത്വങ്ങളും അയാൾ വഹിക്കുന്ന സ്ഥാനമാനങ്ങളും അയാൾ നേടിയെടുത്ത അച്ചീവ്മെന്റ്സുകൾ അയാളുടെ നേട്ടങ്ങളൊക്കെ എടുത്തു പറഞ്ഞ് അയാൾ വലിയ സംഭവമാണ് എന്ന് ആദ്യം ജനങ്ങൾക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കും. ആര്? സ്വാഗത പ്രഭാഷകൻ. അങ്ങനെ ഈ അതിഥി ആനയാണ്, കുതിരയാണ്, മറ്റാ മറച്ചാന്നൊക്കെ പറഞ്ഞ് വലിയ മഹത്വം പറഞ്ഞേ ഉള്ളൂ ജനങ്ങൾക്ക് അതിഥിയോട് മതിപ്പുണ്ടാവുക, ഒരു ബഹുമാനം ഉണ്ടാവുക. ഇതിന് ഭൗതികമായ ലോകത്തിൽ ഒരു മെറ്റീരിയൽ ഗസ്റ്റ്, ഒരു അതിഥിയെ കുറിച്ചാണെങ്കിൽ പരിശുദ്ധമായ റമളാൻ എന്ന ആത്മീയ അതിഥിയെക്കുറിച്ച് അതിഥി വരുന്നതിന് മുമ്പ് തന്നെ നബിതങ്ങൾ ഒരു സ്വാഗത പ്രഭാഷണം പോലെ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. റമളാന്റെ തൊട്ട് തലേ ദിവസം ഷഅബാനിൽ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജനങ്ങളൊക്കെ വിളിച്ചിരുത്തിയിട്ട് ഒരു അതിഥിയെക്കുറിച്ച് ഒരു പ്രഭാഷണം നടത്തുകയാണ്. യാ അയ്യുഹന്നാസ്, അയ്യുഹന്നാസ്, ഓ മാന്യ ജനങ്ങളെ, ഖദ് അദല്ലക്കും ശഹ്റുൻ അദീം, വലിയ വണ്ണമായ മഹത്വമായ ഒരു മാസം നിങ്ങളിലേക്ക് ഇതാ കടന്നു വരുന്നു. ഷഹ്റുൻ മുബാറക്, അനുഗ്രഹീത മാസം. ഷഹ്റുൻ ഫീഹി ലൈലത്തുൻ ഖൈറുൻ മിൻ അൽഫി ഷഹ്ർ, 1000 മാസത്തിനേക്കാൾ പുണ്യമുള്ള ഒറ്റ രാത്രി ഈ മാസത്തിലുണ്ട് കേട്ടോ. ജഅലല്ലാഹു സിയാമഹു ഫരീള, ഈ മാസത്തിലെ നോമ്പ് അള്ളാഹു നിങ്ങൾക്ക് നിർബന്ധമാക്കി. വഖിയാമഹു ഖിയാമ ലൈലിഹി തതവ്വുഅ, അതിന്റെ രാത്രിയിലെ നിസ്കാരം നിങ്ങൾക്ക് വലിയ സുന്നത്തുമാക്കി. മൻ തഖറബ ഫീ ബിഖസ്റത്തിൻ മിനൽ ഖൈരി കാന കമൻ അദ്ദാ ഫരീളതൻ ഫീമാ സിവ, ഒരു ചെറിയ സുന്നത്ത് ചെയ്താൽ റമളാൻ അല്ലാത്ത സമയത്ത് ഫർള് ചെയ്ത കൂലി റമളാൻ ഒരു സുന്നത്തിന് അന്ന് കൊടുക്കും. മൻ അദ്ദാ ഫീഹി ഫരീളൻ കാന കമൻ അദ്ദാ 70 ഫരീളൻ ഫീമാ സിവ, ഒരു ഫർളിനോ 70 ഫർളിനേക്കാൾ കൂലി. റമളാൻ അല്ലാത്തപ്പോൾ 70 ഫർള് ചെയ്യുന്ന കൂലിയാണ് റമളാൻ ഒരു ഫർളിന്. ഇപ്പൊ നിങ്ങൾ സുബഹി നിസ്കാരത്തിന് പങ്കെടുത്തു, റമളാൻ അല്ലാത്തപ്പോൾ 70 സുബഹി നിസ്കരിച്ച കൂലിയാണ് റമളാനിൽ ഒരു സുബഹി നിസ്കരിച്ചപ്പോൾ. ഇപ്പൊ നിങ്ങൾ ഇൽമു കേൾക്കുന്നു, റമളാൻ അല്ലാത്തപ്പോൾ 70 ഒരു ഫർളായ ഇൽമു കേട്ട കൂലിയാണ് സുന്നത്തായ ഇൽമു കേൾക്കുന്നത്. ക്ഷമയുടെ മാസമാണ്. വസ്സബ്റു സവാബുഹു അൽ ജന്ന, ക്ഷമയുടെ പ്രതിഫലം സ്വർഗ്ഗമാണ്. വശഹുറുൽ മുവാസാത്തി വശഹുറുൻ യസ്ദാദു ഫീ റിസ്ഖുൽ മുഅ്മിനി മൻ ഫത്തറ ഫീഹി സായിമൻ കാന മഗ്ഫിറതൻ ലിദുനൂബി, ഇത് സ്നേഹത്തിന്റെയും സൗഹാർദ്ദത്തിന്റെയും പരസ്പര സഹകരണത്തിന്റെയും സഹായത്തിന്റെയും മാസമാണ്. ഒരു നോമ്പുകാരന് നോമ്പ് തുറപ്പിച്ചാൽ അവന്റെ ദോഷങ്ങളൊക്കെ പൊറുക്കപ്പെടുകയും അവന്റെ ശരീരത്തെ നരകത്തിനെ തൊട്ടവൻ മോചിപ്പിക്കുകയും ചെയ്തു എന്നിങ്ങനെ പറഞ്ഞിട്ട് ഹബീബായ നബിതങ്ങൾ നീണ്ട ഒരു പ്രഭാഷണം പരിശുദ്ധ റമളാനെ പറ്റി ഇങ്ങനെ പറയാൻ. ഇപ്പൊ നമ്മൾ നിസ്കാരം കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്തു? അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ്, 2 കാര്യം ചൊല്ലി. പിന്നെ സ്വർഗം ചോദിച്ചു, അസ്അലുക്കൽ ജന്ന വഅഊദു ബിക മിനന്നാർ. എന്താ ചോദിക്കാൻ കാരണം? നബിതങ്ങൾ പറയാണ്, സ്വഹാബത്തെ, ഫസ്തക്തിറു ഫീഹി മിൻ 4 ഖിസാൽ, 4 കാര്യം നിങ്ങൾ റമളാനിൽ വർദ്ധിപ്പിക്കണം. 4 കാര്യം നിങ്ങൾ വർദ്ധിപ്പിക്കണം. ഖസ്ലത്തൈൻ തുർലൂന ബിഹിമാ റബ്ബക്കും, 2 കാര്യം അള്ളാഹുക്ക് വലിയ ഇഷ്ടമാണ്. അള്ളാഹുവിനെ ഇഷ്ടപ്പെടുത്തുന്ന 2 കാര്യം അധികരിപ്പിക്കുക. പിന്നെ വേറെ 2 കാര്യം, വഖസ്ലത്തൈൻ ലാ ഗിനാ ബിക്കും അൻഹുമാ, അതങ്ങ് കൂടാതെ കഴിയൂല. നിങ്ങൾക്ക് അനിവാര്യമായ 2 കാര്യങ്ങൾ ചോദിക്കണം. 2 കാര്യം കൊണ്ട് അള്ളാഹു തൃപ്തിപ്പെടുത്തുന്നതാണ്. ഫമ്മൽ ഖസ്ലത്താനി ലത്താനി തുർലൂന ബിഹിമാ റബ്ബക്കും, അള്ളാഹുവിനെ നിങ്ങൾ തൃപ്തിപ്പെടുത്തുന്ന 2 കാര്യം എന്താ? ഫശഹാദത്തു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹുവല്ലാതെ ഒരു ഇലാഹുല്ല എന്ന് സാക്ഷ്യപ്പെടുത്തുക. അതാണ് നിസ്കാരം കഴിഞ്ഞാൽ എന്ത് പറയണത്? അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയണത്. അത് എപ്പോഴും അധികരിപ്പിക്കുക, നിസ്കാരത്തിന് ശേഷം പ്രത്യേകമായി എന്നുള്ളതല്ല. വതസ്തഗ്ഫിറൂനഹു, അള്ളാഹുവിനോട് പാപമോചനം നടത്തുകയും ചെയ്യുക. അതാണ് നമ്മൾ എന്ത് ചെയ്യണത്? അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് കഴിഞ്ഞിട്ട് അസ്തഗ്ഫിറുല്ലാഹ് എന്ന് പറയണത്. പടച്ചോനെ അല്ലാതെ വേറെ ഇലാഹില്ലട്ടോ, നിങ്ങൾ പാപമോചനം തേടുന്നു, പൊറുക്കലിനെ തേടുന്നു, മാപ്പാക്കി തരണം. ഇത് നമ്മൾ നിസ്കാരത്തിന് ശേഷം പറയണ്ടല്ലോ. പിന്നെ അമ്മല്ലത്താനി ലാ ഗിനാ ബിക്കും അൻഹുമാ, കൂടാതെ കഴിയൂല 2 കാര്യം ചോദിക്കൽ അനിവാര്യം എന്ന് പറഞ്ഞാൽ എന്താ? ഫതസ്അലുല്ലാഹൽ ജന്ന, നിങ്ങൾ സ്വർഗം ചോദിക്കണം. അത് നമ്മൾ എന്ത് ചെയ്യണത്? അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ്. 3-ാമത് അസ്അലുക്കൽ ജന്ന, ഞങ്ങൾ നിന്നോട് സ്വർഗം ചോദിക്കുന്നു തമ്പുരാനെ. പിന്നെയോ വതഊദൂന ബിഹി മിനന്നാർ, നരകത്തിനെ തൊട്ട് നിങ്ങൾ കാവൽ തേടുകയും ചെയ്യണം. ഇതും കൂടാതെ കഴിയൂല, നിങ്ങൾക്ക് അനിവാര്യമാണ്. അത് നമ്മൾ എന്തിനാണ്? വഅഊദു ബിക മിനന്നാർ. അപ്പൊ 4 കാര്യമുണ്ട്. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് 1, അസ്തഗ്ഫിറുല്ലാഹ് 2, അസ്അലുക്കൽ ജന്നത 3, വഅഊദു ബിക മിനന്നാർ. അപ്പൊ നബിതങ്ങൾ പറയാണ്, റമളാനിൽ
നിങ്ങൾ രണ്ട് കാര്യം അള്ളാഹുക്ക് തൃപ്തിയാണ്. ഒന്ന്, അള്ളാഹു അല്ലാതെ ഇലാഹില്ലെന്ന് സാക്ഷ്യപ്പെടുത്തുക, ഒന്ന്. മറ്റൊന്ന്, അള്ളാഹുവിനോട് പാപമോചനം നടത്തുക. പിന്നെ സ്വർഗം ചോദിക്കുക, നരകം നിങ്ങൾ കാവൽ തേടുക. അതാണ് നമ്മുടെ പള്ളിയിലൊക്കെ യശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് വഅസ്തഗ്ഫിറു ജന്നത അഊദു ബിക മിനൻ നാർ എന്നുള്ളത് പറയേണ്ട കാരണം. ഏത് ദിക്റുകളും ഏത് സ്വലാത്തുകളും ഒക്കെ നമ്മൾ അധികരിപ്പിക്കേണ്ട മാസമാണ് പരിശുദ്ധമായ റമദാൻ. ഇങ്ങനെ റമദാൻ വരുന്നതിന് മുമ്പ് തന്നെ റമദാനെ പറ്റി നല്ലൊരു നല്ലൊരു ഇൻട്രൊഡക്ഷൻ, ആമുഖം പറഞ്ഞിട്ട് എന്ത് ചെയ്യുക, ഹബീബ നബി തങ്ങളുടെ സ്വഹാബത്തിന് ബോധ്യപ്പെടുത്തി കൊടുത്തിട്ട് അവരെ മനസ്സിൽ ജിജ്ഞാസയും താല്പര്യം ഉണ്ടാക്കിയെടുത്തു. അപ്പൊ പിന്നെ സ്വഹാബത്ത് എങ്ങനെയാണ് ആ നോമ്പുകളൊക്കെ എടുക്കാൻ അവർക്ക് വലിയ താല്പര്യമായിരുന്നു. ഞാൻ ഒരിക്കലും ഹദീസ് ഓതിയിട്ടുണ്ട്. റബയ്യബിന് ബിൻതു മഅബദ് അൻസാരി പെണ്ണ് പറയാണ്, ആ സഹോദരി പറയാണ്, ഇത് ബഹുമാനപ്പെട്ട ഹദീസിന്റെ കിതാബുകളിലൊക്കെ കാണാം. ബഹുമാനപ്പെട്ട ഇമാം മുഹമ്മദ് റളിയല്ലാഹു അൻഹു ഒക്കെ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ്. അതായത് എങ്ങനെ അഹമ്മദും അബൂദാവൂദും ഒക്കെ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ് റളിയല്ലാഹു അൻഹു, കുന്നാ റസൂമു, ഞങ്ങൾ നോമ്പെടുക്കൽ എങ്ങനെ കുട്ടികളെ കൊണ്ട് നോമ്പെടുപ്പിക്കുമ്പോൾ നുസവ്വി മുസ്ലിയാനന, നോമ്പിൽ അവർ കൊടുത്തിരുന്ന സ്ഥാനം സ്വഹാബത്ത് കുട്ടികളെ നോമ്പെടുപ്പിക്കും. അവർക്ക് നമ്മൾ നല്ല പരുത്തിന്റെ അല്ലെങ്കിൽ നല്ല എന്തിനൊക്കെ പുതിയ പാവക്കുട്ടികളെയും അതുപോലെ ടോയ്സ് കൊടുക്കും കുട്ടികൾക്ക്. അങ്ങനെ സുബൈസ്കാരം കഴിഞ്ഞാൽ കുട്ടികളെ ടോയ്സ് ഒരു കളിച്ച് ഇങ്ങനെ അയിമ ജോലിയാവും. പൈതാ ബക്ക ആദുമല ത്വാമി ആത്തൈനാവു ബാലിക്ക, കുട്ടികൾക്ക് പള്ളേ പൈക്കാൻ തുടങ്ങി കുട്ടികൾ ചോറിന് കരയുമ്പോൾ ഭക്ഷണത്തിന് നിർവഹിച്ചുമ്പോൾ ഞങ്ങൾ എന്ത് ചെയ്യും, ഈ ടോയ്സ് കൊടുക്കും, കളിപ്പാവ കൊടുക്കും. കുട്ടികൾക്ക് ടോയ്സ് കൊടുത്തിട്ട് കുട്ടികളെ ശ്രദ്ധ തിരിപ്പിക്കും. അപ്പൊ കുട്ടികൾ ടോയ്സുമായിട്ട് ഇങ്ങനെ കൂടി അയിമ ഇങ്ങനെ കളിച്ച് കുട്ടികൾ അയിമ നേരമ്പോക്കായിട്ട് എന്ത് ചെയ്യും, അവര് ഭക്ഷണം കഴിക്കാനൊക്കെ മറക്കും. അങ്ങനെ അവരെ ടൈം ഇങ്ങനെ നീട്ടി കൊണ്ടുപോയി മഗ്‌രിബ് വരെ ഞങ്ങളത് കളിപ്പിച്ച് കുട്ടികളെ സമയം കളയും. വൈദാ ബക്കാഹുമര ത്വാമി ആതൈനാ വാലക ഹത്താ യകൂന ഇൻദൽ ഇഫ്താർ, അപ്പൊ കുട്ടികൾ പൈപ്പൊക്കെ മറക്കും. ഇത് സ്വഹാബത്ത് ചെയ്ത പണിയാണ്. അപ്പൊ ചെറിയ കുട്ടികളെ കൊണ്ട് പോലും നോമ്പടിപ്പിച്ച് അവരിങ്ങനെ പള്ളേ പഴിച്ച് നോച്ചും അവരൊക്കെ ശ്രദ്ധ തിരിച്ചിട്ട് കുട്ടികൾക്ക് ഇതിൽ കളിച്ചാലെ കളിപ്പാട്ടം കൊടുത്തിട്ട് അവർ അയിമ ഷുഗലായിട്ട് മഗ്‌രിബ് വരെ കൊണ്ടുപോകും. അങ്ങനെ കുട്ടികൾ ഞങ്ങൾ ശീലിപ്പിക്കുമായിരുന്നു എന്ന് സ്വഹാബത്ത് പറയാം. അപ്പോൾ നോമ്പിന് നമ്മൾ വലിയ പ്രാധാന്യം കൊടുക്കണം. പരിശുദ്ധമായ റമദാനിൽ അള്ളാഹു നമുക്ക് അവസരം തന്നിരിക്കുകയാണ്. നോമ്പ് ആർക്കാ നിർബന്ധമാവുക? ചുരുങ്ങിയ പക്ഷം ചെറിയൊരു വിശദീകരണം. നോമ്പ് പ്രായപൂർത്തി എത്തിയ, വിവേകമുള്ള, ബുദ്ധിയുള്ള, നോമ്പെടുക്കാൻ ശാരീരികമായി ശേഷിയുള്ള, ഹയദു നിഫാസൊന്നും ഇല്ലാത്ത, ദീർഘയാത്രക്കാരല്ലാത്ത എല്ലാ മുസ്ലിമുകൾക്കും നോമ്പ് നിർബന്ധം. ദീർഘയാത്രക്കാരാണെങ്കിൽ സുബൈൻ്റെ മുമ്പ് പോകണം. സുബൈൻ്റെ ശേഷമാണ് യാത്ര പുറപ്പെടുന്നുണ്ടെങ്കിൽ അന്നത്തെ നോമ്പ് പൂർത്തിയാക്കൽ നിർബന്ധം. സുബൈൻ്റെ മുമ്പ് തന്നെയാണ് യാത്ര പുറപ്പെടുന്നുണ്ടെങ്കിൽ അവർക്ക് അന്നത്തെ നോമ്പ് ഒഴിവാക്കാം. അതുപോലെ തന്നെ ഹയദു നിഫാസുള്ള സ്ത്രീകൾ, ഋതുമതിയായ മെൻസസ് ഉള്ള സ്ത്രീകൾ, അവർക്കത് അശുദ്ധി ഉണ്ടെങ്കിൽ അവർ നോമ്പെടുക്കാൻ പാടില്ല. വലിയ മാസല്ലേ, പുണ്യമുള്ള മാസല്ലേ എന്ന് കരുതിയിട്ട് തിന്നാതെയും കുടിച്ചാതെയും നിൽക്കല് ഹറാമാണ്, കുറ്റം കിട്ടും. ഇവർ പുണ്യമാണ് എന്നുള്ള നിലക്ക് അശുദ്ധിയുള്ള സ്ത്രീകൾ നോമ്പ് എടുക്കാൻ പാടില്ല, ഭക്ഷണം ഒഴിവാക്കാൻ പാടില്ല. അവർ ഭക്ഷണം കഴിക്കാണ് വേണ്ടത്. പിന്നെ പ്രായപൂർത്തി എത്തിയ എല്ലാവർക്കും, പ്രായപൂർത്തി പറഞ്ഞാൽ 15 വയസ്സ് തന്നെയാണ് നിർബന്ധമൊന്നുമില്ല. ഇപ്പോഴത്തെ ഭക്ഷണം കാര്യങ്ങളെ കൊണ്ട് 9 വയസ്സാകുമ്പോൾ തന്നെ പെൺകുട്ടികൾക്കൊക്കെ എന്ത് ചെയ്യും, മെൻസസ് ആകും, പീരീഡ് ആകും. അതോടുകൂടെ പ്രായപൂർത്തിയായി. ഒന്നെങ്കിലും പീരീഡ് ആവുക, അല്ലെങ്കിൽ സ്ഖലനം സംഭവിക്കുക, അല്ലെങ്കിൽ 15 വയസ്സാവുക. ഇതാണ് പ്രായപൂർത്തി എത്തുക എന്ന് പറയുക ഇസ്ലാം കണക്കാക്കുന്ന മാനദണ്ഡം. ഗവൺമെന്റിന്റെ അടിസ്ഥാനത്തിൽ 18 വയസ്സാകും, 21 വയസ്സാകുന്ന ഇസ്ലാമിന്റെ കണക്കല്ല. ആ പ്രായപൂർത്തി എത്തിയാൽ ബുദ്ധിയില്ല ആൾക്കാർക്ക്, നോമ്പെടുക്കാൻ കഴിയുന്ന ആൾക്കാർക്കൊക്കെ നോമ്പ് നിർബന്ധമാണ്. ചില പെണ്ണുങ്ങൾ ഉണ്ടാകുമ്പോൾ അവർക്ക് ഹയദു നിഫാസൊന്നും അല്ലാതെ അസുഖം ഉണ്ടാവും, ബ്ലീഡിങ്ങിന് അസുഖം ഉണ്ടാവും. ഇനി ഇസ്തിഹാദത്ത് എന്നാ പറയാം. അത് രോഗമാണ്, അത് മെൻസസ് അല്ല. അതുള്ള പെണ്ണുങ്ങൾക്ക് നോമ്പ് നിർബന്ധമാണ്. ഇത് മസാലകളൊക്കെ മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ പറയാം. കല്യാണം കഴിച്ചുകൊണ്ട കുട്ടികൾക്കൊന്നും അത് അറിയില്ല. കാരണം മദ്രസ പഠനം കിട്ടുന്നില്ല. അവർക്ക് മെൻസസ് അല്ല ഉള്ളത്, പ്രസവരക്തമല്ല, മറിച്ച് ബ്ലീഡിങ് ഉണ്ട്, ഇടയ്ക്ക് ഇങ്ങനെ ബ്ലഡ് വരുന്നുണ്ട്. അവർക്ക് നോമ്പ് നിർബന്ധം തന്നെയാണ്. ഒരു സംശയം, നിസ്കാരം നിർബന്ധമാണ്, നോമ്പൊക്കെ അവർക്ക് നിർബന്ധമാണ്. അതുപോലെ തന്നെ ഗർഭിണികൾക്ക് നോമ്പ് നിർബന്ധമാണ്. കുട്ടികൾക്ക് മുലപ്പാൽ കൊടുക്കുന്ന പെണ്ണുങ്ങൾക്ക് നോമ്പ് നിർബന്ധമാണ്. അവർക്ക് നോമ്പെടുക്കാൻ പറ്റാത്തൊരു വിഷമം, പ്രയാസവും രോഗമൊക്കെ ആണെങ്കിൽ ഗർഭിണിക്കോ മുലയൂട്ടുന്ന പെണ്ണിനൊക്കെ നോമ്പെടുക്കാൻ പറ്റൂല. അവർക്ക് സ്വന്തം ശരീരത്തിന് നാശമുണ്ട്, പേടിയുണ്ട്, അവർക്ക് അത് അസുഖം വരും, പ്രയാസപ്പെടുത്തുമെങ്കിൽ നോമ്പ് ഒഴിവാക്കാം. മുദ്ദൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. പിന്നെ നോമ്പ് കഴിഞ്ഞിട്ട് പിന്നെ എപ്പോഴെങ്കിലും കള്ളാ കിട്ടിയാൽ മതി, അടുത്ത റമദാന് മുമ്പായിട്ട് കള്ളാ കിട്ടിയാൽ മതി. പക്ഷേ ഈ മുല കൂട്ടുന്ന പെണ്ണിനോ ഗർഭിണിക്കോ സ്വന്തം പ്രശ്നം എന്ന് പറഞ്ഞാൽ നോമ്പെടുത്ത് വെച്ചിട്ട് ഒരു കുഴപ്പമില്ല. പക്ഷെ കുട്ടിക്ക് വല്ല പ്രശ്നം ഉണ്ടാവും എന്ന് പേടിച്ചിട്ട്, പള്ളയിലുള്ള കുട്ടിക്ക് അല്ലെങ്കിൽ മുല കൊടുക്കുന്ന കുട്ടിക്ക് വല്ലതും പ്രശ്നം ഉണ്ടാവുമെന്ന് പേടിച്ചിട്ട് മാത്രമാണ് നോമ്പ് ഒഴിവാക്കണമെന്നുണ്ടെങ്കിൽ നോമ്പ് ഒഴിവാക്കാം. പക്ഷേ പിന്നെ കള്ളാ വീട്ടും വേണം, അതിന് ഫിദിയ കൊടുക്കും വേണം.
ഒരു 800 മില്ലി ലിറ്റർ, അതായത് 750 ഗ്രാം, 3/4 കിലോ അരി പാവപ്പെട്ട ആളുകൾക്ക് ഫിദിയ കൊടുക്കും വേണം. മനസ്സിലാക്കേണ്ട മസലൻ. ഗർഭിണിയോ മുലയൂട്ടുന്ന പെണ്ണോ കുട്ടിയെ പരിഗണിച്ചിട്ട് മാത്രം, കുട്ടിക്ക് വല്ല ബുദ്ധിമുട്ടും വരുമെന്ന് പേടിച്ചിട്ട് മാത്രമാണ് നോമ്പ് ഒഴിവാക്കണമെങ്കിൽ നോമ്പ് ഒഴിവാക്കാം, കുറ്റം കിട്ടൂല. പിന്നെ ഖളാ വീട്ടിയാൽ മാത്രം പോരാ, ഖളാ വീട്ടൽ നിർബന്ധമാണ്. പുറമെ ഫിദിയയും കൊടുക്കണം. ഒരു 3/4 കിലോ അരി കൊടുക്കണം. അതാർക്കാ കൊടുക്കേണ്ടത്? നാട്ടിലെ പാവപ്പെട്ട ഫക്കീർ മിസ്കിന്മാർക്കൊക്കെയാണ് കൊടുക്കേണ്ടത്. ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ട വിഷയമാണ്. അപ്പൊ അതുപോലെ തന്നെ രോഗികൾ, എന്തെങ്കിലുമൊക്കെ അസുഖമുള്ള രോഗി, പിന്നെ പ്രയാസം അനുഭവിക്കുന്ന രോഗികൾ, അവർക്ക് നോമ്പ് നിർബന്ധമല്ല. അത് നോമ്പ് ഒഴിവാക്കാം, മുത്തൊന്നും കൊടുക്കണ്ട. പിന്നെ സുഖമായിട്ട് ഖളാ വീട്ടിയാൽ മതി. അതിനെ ഖളാ വീട്ടാൻ സുഖം ആകൂല. അങ്ങനത്തെ അസുഖമാണ്, ക്യാൻസർ പേഷ്യൻ്റ് ആണ്, അല്ലെങ്കിൽ കിഡ്നി പേഷ്യൻ്റ് ആണ്, അല്ലെങ്കിൽ പറ്റ വയസ്സായിട്ടുണ്ട്, വാർദ്ധക്യ സഹജമായ രോഗം കൊണ്ട് പ്രയാസപ്പെടുക, അവർക്കൊന്നും ഖളാ വീട്ടാൻ കഴിയൂല. അങ്ങനത്തെ ആൾക്കാർ നോമ്പ് എടുക്കും വേണ്ട, പ്രയാസപ്പെടേണ്ട. അവർ ഫിദിയ കൊടുത്താൽ മതി. ഓരോ നോമ്പിന് ഒരു 750 ഗ്രാം അരി നിനക്ക് കണക്കാക്കിയിട്ട് റമളാൻ 30 ദിവസം കഴിഞ്ഞിട്ട് ഒന്നായിട്ടുണ്ട് കൊടുത്താൽ മതി. അതാണ് ഇതിന്റെ മസല മനസ്സിലാക്കേണ്ടത്. അതുപോലെ തന്നെ പരിശുദ്ധമായ റമളാനിലെ നോമ്പ് അപ്പൊ എല്ലാവർക്കും നിർബന്ധം നമ്മൾ പറഞ്ഞു. ഒരാളും ഒഴിവാവില്ല. നോമ്പെടുക്കാൻ പറ്റാത്ത രോഗിയാണെങ്കിൽ മുദ്ദെങ്കിലും കൊടുക്കണമെന്ന് പറഞ്ഞു. ഈ പരിശുദ്ധമായ നോമ്പ്, ആ നോമ്പ് എന്നുള്ള വിഷയം മാത്രമല്ല, ഈ ദിവസങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ്. അള്ളാഹ് ഖുർആൻ ഇറക്കിയത് റമളാനിലാണ്, തൗറാത്ത് ഇറക്കിയത് റമളാനിലാണ്, സബൂർ ഇറക്കിയത് റമളാനിലാണ് കേട്ടോ, ഇഞ്ചീൽ ഇറക്കിയത് റമളാനിലാണ്, കഴിഞ്ഞു പോയ അമ്പിയാക്കന്മാർക്ക് ഈട് കൊടുത്തൊക്കെ റമളാനിലാണ്. അപ്പൊ നോമ്പ് എന്നുള്ളത് മാത്രമല്ല, നോമ്പ് നിർബന്ധമാക്കിയത് ഹിജറ 2-ാം വർഷം, നബുവത്ത് കിട്ടി പിന്നും 10-15 കൊല്ലം കഴിഞ്ഞിട്ടാ. അവ നോമ്പ് ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ ഈ മാസത്തിന് പുണ്യുണ്ട്. നോമ്പില്ലെങ്കിലും ഈ മാസത്തിന് പുണ്യുണ്ട്. അതുകൊണ്ടല്ലേ ഖുർആൻ തന്നെ വരുന്നതിന് മുമ്പ് മറ്റു ഗ്രന്ഥങ്ങൾക്ക് ഈ മാസം ഇറക്കിയത്. നോമ്പ് ഉണ്ടാകുന്നതിന് മുമ്പാണ് ഖുർആൻ ഇറങ്ങിയത്. ഖുർആൻ ഇറങ്ങി പിന്നെയും 10-15 കൊല്ലം കഴിഞ്ഞിട്ടാണ് നോമ്പ് ഉണ്ടാകുന്നത്. അപ്പൊ ഈ മാസത്തിന് വലിയ മഹത്വമുണ്ട്, വലിയ പുണ്യുണ്ട്. അതുകൊണ്ട് ചെറുപ്പക്കാരൊക്കെ വളരെ ശ്രദ്ധിക്കുക. നമ്മളെ വാക്കില്, പ്രവൃത്തിയില്, പ്രത്യേകിച്ച് നോട്ടത്തില്, അതുപോലെ മൊബൈലിൽ നമ്മൾ കാണുന്ന വേണ്ടാത്തരങ്ങളൊക്കെ ശ്രദ്ധിക്കണം. പ്രത്യേകമായ സമയത്ത് നമ്മൾ മാനിച്ചിട്ടില്ലെങ്കിൽ വലിയ അപകടം ചെയ്യും. അള്ളാഹുവിന്റെ കുരുത്തക്ക് എത്രത്തോളം പുണ്യം മഹത്വമുണ്ടോ അതിനെ ധിക്കരിക്കുമ്പോഴേക്ക് വലിയ പ്രശ്നം വരിക. കോടതിയെ നമ്മൾ വലിയ ബഹുമാനത്തോടെ കാണണം. എന്തെങ്കിലും അക്ഷരം അതിനെതിരെ പറഞ്ഞാൽ കോടതി രക്ഷ കേസാണ്. കേസുമില്ല, അപകടകരമായ വലിയ രാജ്യദ്രോഹ കുറ്റം എന്ന് പറഞ്ഞാൽ ഭയങ്കര കുറ്റാണ്. രാജ്യത്തെ ദേശീയ ഗാനത്തെ എന്തൊക്കെയാ നമ്മൾ അവഗണിക്കുക, ദേശീയ ഗാനം ചിലപ്പോൾ നീച്ചിക്കണം എന്നൊക്കെയാണല്ലോ. അതുപോലെ പതാക ഉയർത്തുമ്പോൾ തിരിച്ചു കിട്ടുക, അല്ലെങ്കിൽ അതിനെ മോശമാക്കുക, പതാക നിലത്തിടുക, ചവിട്ടുക, അതൊക്കെ ഭയങ്കര തെറ്റാണ്. അത് രാജ്യത്തെ ബഹുമാനിക്കുക എന്നുള്ള വിഷയത്തിനെതിരാകുമ്പോൾ ഭയങ്കര അപകടമാണ്. ഇങ്ങനെ തന്നെയാണ് പടച്ചോണം. അള്ളാഹ് ഏറ്റവും ബഹുമാനിച്ചതിനെ നിന്ദിക്കുക, വളരെ ശ്രദ്ധിക്കണം. അതുകൊണ്ട് വാക്കുകളും മറ്റൊക്കെ ശ്രദ്ധിച്ചു കൊണ്ടായിരിക്കണം റമളാൻ മുന്നോട്ട് പോകേണ്ടത്. ഇനി നോമ്പ് മുറിയുന്ന വിഷയങ്ങളും കാര്യങ്ങളൊക്കെ അടുത്ത ഹദീത്ത് സഹിതം അടുത്ത ക്ലാസ്സിൽ നമുക്ക് പറയാം. അള്ളാഹു റമളാനിൽ കുറച്ചാണെങ്കിലും ഇൽമ നമ്മൾ കേൾക്കുന്നുണ്ട്. അതുപോലെ ഹദീത്ത് മാത്രമല്ല, അപ്പൊ നമ്മൾ മസ്അലകളും കേട്ടു, ഫിഖ്ഹും കേട്ടു, ഹദീത്തും കേട്ടു. ഇൽമ മനസ്സുകൊണ്ട് നമ്മുടെ ഖൽബ് ശുദ്ധിയാക്കി ഈ റമളാൻ കാരണമായിട്ട് നാളെ ഖബർക്കെത്തുമ്പോൾ ഇന്ന റമളാനെ വല്ലാതെ ബഹുമാനിച്ചിട്ടുണ്ട്, നീ ആദരിച്ചിട്ടുണ്ട്, ആ സമയത്ത് നീ അംഗീകരിച്ചിട്ടുണ്ട്, അന്ന് പ്രത്യേക ക്ലാസ്സിനൊക്കെ പോയിട്ടുണ്ട്, തറാവീന് പങ്കെടുത്തിട്ടുണ്ട്, ജമാഅത്തിന് പങ്കെടുത്തിട്ടുണ്ട്, അതുകൊണ്ട് അതിൻ്റെ എല്ലാ ദോഷവും ഞാൻ പൊരുത്തപ്പെട്ടു എന്ന് ഖബറിന്ന് കേൾക്കുന്ന, അങ്ങനെ റമളാൻ അനുകൂലമാകുന്ന, റമളാൻ കൊണ്ട് ആഖിർ രക്ഷപ്പെടുന്ന മുത്തഖീങ്ങളിൽ നമ്മയൊക്കെ അല്ലാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. നമുക്ക് ഒരുപാട് തെറ്റുകൾ ചെയ്തു പോയി. നമ്മളെ തെറ്റുകളൊക്കെ ഒരുപാട് 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 അധികമാണ്. പക്ഷെ നമ്മളെ തെറ്റിനേക്കാളും വലുതെന്താ? അള്ളാഹിന്റെ മാപ്പാണ്. അള്ളാഹിന്റെ പുറത്തു തരിക എന്നുള്ളത്, അള്ളാഹിന്റെ മഗ്ഫിറത്ത് നമ്മുടെ തെറ്റിനേക്കാളും വലുതാണ്. അള്ളാഹു തആല മഗ്ഫിറത്തിന്റെ വിശാലത കൊണ്ട് നമ്മുടെ തെറ്റുകൾ മുഴുവനും കഴുകി വൃത്തിയാക്കി തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.